ടോക്കിയോയിലെ യൂനോ മൃഗശാലയിൽ നിന്ന് ഷിയാവോയും ലെയ്ലയും ജന്മനാട്ടിലേക്ക് മടങ്ങി. ഭീമൻ പാണ്ട വിഭാഗത്തിൽപ്പെടുന്ന ഇരട്ടകളുടെ മടക്കത്തോടെ 57 വർഷത്തിൽ ആദ്യമായി ജപ്പാനിൽ പാണ്ടകളുടെ സാന്നിധ്യം ഇല്ലാതാവുകയാണ്. ജപ്പാൻ ചൈന നയതന്ത്ര ബന്ധത്തിൽ അടുത്ത കാലത്തുണ്ടായ വിള്ളലോടെ പ്രതിഫലനമാണ് ഇവരുടെ മടക്കം വിലയിരുത്തപ്പെടുന്നത്. ഷിയാവോയും ലെയ്ലയും മടങ്ങിയതോടെ ടോക്കിയോയിലെ യൂനോ മൃഗശാല മൂകമായി. പ്രിയപ്പെട്ട അതിഥികൾക്ക് കണ്ണീരോടെ വിട നൽകാൻ നിരവധി പേരാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ യൂനോയിലേക്ക് എത്തിയത്. ഭീമൻ പാണ്ട വിഭാഗത്തിൽപ്പെടുന്ന ഇരട്ടകളുടെ മടക്കത്തോടെ 1972 ശേഷം ഇതാദ്യമായാണ് ജപ്പാനിൽ പാണ്ടകളില്ലാത്ത സാഹചര്യമുണ്ടാകുന്നത്. 1957 ചൈന പാണ്ട നയതന്ത്രം അവതരിപ്പിക്കുന്നത്. സോവിയറ്റ് യൂണിയന് പിങ് പിങ് എന്നൊരു പാണ്ടയെ സമ്മാനിച്ചുകൊണ്ടായിരുന്നു തുടക്കം. പിന്നീട് ജപ്പാൻ ഉൾപ്പെടെ പല രാജ്യങ്ങൾക്ക് പാണ്ടകളെ കൈമാറി സൗഹൃദങ്ങൾ ഊട്ടിയുറപ്പിച്ചു. ചൈനയുമായുള്ള നയതന്ത്ര ബന്ധം പുനഃസ്ഥാപിച്ചതിന്റെ ഭാഗമായി 1972 ജപ്പാനിലേക്ക് ആദ്യമായി പാണ്ടകൾ എത്തുന്നത്. അന്നു മുതൽ ജാപ്പനീസ് ടൂറിസത്തിന്റെയും ചൈന ജപ്പാൻ നയതന്ത്ര ബന്ധത്തിന്റെയും മുഖമായി പാണ്ടകൾ. എന്നാൽ കഴിഞ്ഞ വർഷം നവംബറിൽ ജപ്പാൻ പ്രധാനമന്ത്രി സനെ തക്കായിച്ചി തായ്വാൻ വിഷയത്തിൽ നടത്തിയ പരാമർശങ്ങൾ ടോക്കിയോ ബീജിംഗ് ബന്ധത്തിൽ വിള്ളൽ വീഴ്ത്തി. തായ്വാന് നേരെയുള്ള നീക്കങ്ങളെ പ്രതിരോധിക്കുമെന്ന നിലപാട് ചൈനയെ ചൊടിപ്പിച്ചു. ഇതോടെ മുൻകൂട്ടി നിശ്ചയിച്ച പാണ്ട കൈമാറ്റം പുതിയ ചർച്ചകൾ തുറന്നു. ഇരു രാജ്യങ്ങൾക്കുമിടയിലെ നയതന്ത്ര പാളിച്ചയുടെ പ്രതിഫലനമായി ഈ മടക്കം. നിലവിലെ സാഹചര്യത്തിൽ ഷിയാവോയും ലെയ്ലയ്ക്കും പകരക്കാരെ നൽകാനും ചൈന തയ്യാറായേക്കില്ല എന്നും വ്യക്തം. ഇന്റർനാഷണൽ ഡെസ്ക് ന്യൂസ് മലയാളം.